ഞാൻ പാത്രം ഉണക്കാൻ വെക്കുമ്പോഴേ ചില നല്ല സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട്, ഓ ഭയങ്കര ബുദ്ധിയാ. എനിക്ക് കുറച്ചുണ്ടെന്ന് അറിയാലോ. പിന്നെ നിങ്ങൾ ഈ വിചാരിക്കും പോലെയല്ല എന്റെ കാര്യങ്ങൾ. ഓ നാച്ചുറൽ എസിയിലേക്ക് കടന്നു. ഇത്രയും ദിവസം നിന്നത് തന്നെ മഹാഭാഗ്യം. കിളി കൊത്തി കഴിഞ്ഞല്ലേ അതിന് വേണ്ടാത്തതാന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ഇന്നത്തെ ഹാർവസ്റ്റ്. എന്നെ ഈ നടുമുറ്റത്ത് തന്നെ അമ്മ ഇങ്ങനെ വെച്ചേക്കണേ. അല്ല ഇപ്പൊ കാണുന്ന നടുക്കുള്ള മുറ്റം. ഇപ്പഴൊക്കെ കരിയില തൂത്തെങ്കിലും കരിയില വീണു. ഇന്ന് വൃത്തിയായിട്ട് തൂത്തില്ല, ഇന്നലെ വൃത്തിയായിട്ട് തൂത്തതാ. കാരണം കാറ്റത്തും മഴ വന്നപ്പോ അപ്പൊ ഞാൻ ഫ്രണ്ട് ഈ കവറയില്ലേ ഈ ഭാഗം മാത്രം അങ്ങ് തൂത്തിട്ടതാ. അപ്പൊ തൂത്തടുത്ത് കൊണ്ടുപോയി കുറച്ച് പാത്രങ്ങൾ ഉണക്കാൻ വെച്ചതാ. ഞാൻ പാത്രം ഉണക്കാൻ വെക്കുമ്പോഴേ ചില നല്ല സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട്, പാത്രം ഉണക്കാൻ വെക്കുമ്പോ ഒന്നുമല്ലെങ്കിൽ ഒരു ഷീറ്റ്, എന്തെങ്കിലും പ്ലെയിൻ ഷീറ്റ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടേച്ച് വെക്കും അമ്മയെന്ന് പറയാറുണ്ട്. ശരിയാട്ടോ നിങ്ങൾ പറയണത്, 100% ശരി. അങ്ങനെ എന്തെങ്കിലും ഇട്ടേച്ച് വെക്കണമെന്ന് നല്ലതാണ്. പക്ഷെ ഞാൻ എന്നാന്ന് ഈ ചൊട്ടയിലെ ശീലം എന്ന് പറഞ്ഞ പോലെ, ഞാൻ എന്നാ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്യണ എങ്ങനെയാണെന്നറിയാവോ, ആ ഭാഗം അങ്ങ് ക്ലീൻ ആക്കിയിടും, അടിച്ച് വെച്ച് എന്നിട്ട് പിന്നെ അവിടെ അങ്ങ് വെക്കും. ചിലപ്പോൾ തോന്നുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇട്ടേച്ച് വെക്കാറുണ്ട്. ഇപ്പം ഓടിക്കൊണ്ടുപോയി വെക്കുമ്പോൾ അത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വെക്കും. പക്ഷെ പ്രമിസസ് നീറ്റ് ആക്കിയേച്ച് അവിടെ വെക്കൂടോ. പിന്നെ ഇത് ഇപ്പറേ ഇരിക്കുന്നത് എനിക്ക് തുടയ്ക്കാൻ വേണ്ടി മേടിച്ച് വെച്ചേക്കണ കോല. അത് നിങ്ങൾക്കറിയാം, ഞാൻ ഈ തിണ്ണ തൂക്കണതായി മഴ വരുമ്പോൾ തിണ്ണയിൽ ഇറിച്ചിലടിക്കും. അപ്പൊ അതും ഞാൻ ഉണങ്ങാനായിട്ട് വെച്ചതാ കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് ഉണങ്ങിയ പാത്രങ്ങൾ എടുത്തോണ്ട് വരാം. എന്റെ ചോറ്റ് പാത്രങ്ങളാ ഉണങ്ങിയേക്കണത്. അപ്പയും പുറത്തേക്ക് പോവാ. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്തായാലും പുറപ്പെടുക. ഇത്രയും പാത്രം ഉണങ്ങി, ഡബ്ബകളൊന്നും ഉണങ്ങില്ല. അപ്പൊ ആ തണ്ട് അവിടെ വെച്ചേക്കണ എന്തിനാന്നറിയാമോ, ഈ കാറ് ഇങ്ങനെ ഓടിച്ച ആൾക്കാർ വരൂലേ, വരുമ്പോ ഓടി ഇങ്ങനെ പൊഴി കാണുമ്പോ അവരിങ്ങോട്ട് ഇങ്ങനെ എടുക്കും. ഓ ഭയങ്കര ബുദ്ധിയാ. എനിക്ക് കുറച്ചുണ്ടെന്ന് അറിയാലോ, ഒരുപാടൊന്നുമില്ല. അപ്പൊ ഈ തണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോഴേ വിഷൻ കിട്ടും. അത് ശരി. വെക്കാൻ പാത്രം വെക്കുന്നതായതുകൊണ്ട് ഈ തുടയ്ക്കണ തണ്ടിന്റെ ആ ഭാഗം ഇങ്ങോട്ട് വെച്ച ഒരു സുഖമില്ല. കാരണം ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ വണ്ടി കയറ്റുമ്പോഴേ കാണാം. അപ്പൊ അങ്ങോട്ട് ആരും വണ്ടി ഇന്നിവിടെ പാത്രം ഇരിപ്പുണ്ട്, പല സംഗതി ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യം ഞാൻ ഓർത്തേ ബക്കറ്റ് കൊണ്ട് വെക്കാന്ന്, പിന്നെ ഓർത്ത് വേണ്ട ഇത് വെച്ചാൽ മതി, കാണാലോ. ഇത്ര ഭയങ്കര ബുദ്ധിയാട്ടോ. ഞാനതൊക്കെ നോക്കി വെക്കോളൂ. പക്ഷെ ഞാനങ്ങനെ ഇതൊന്നും ചെയ്യാറില്ല. ഇപ്പൊ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു വെച്ചേക്കണേന്ന്. അത് ഉണങ്ങി കഴിഞ്ഞാൽ അതും കയറ്റി വെക്കണം. ഇപ്പൊ വേറൊരു സംഭവം, ചട്ടി ഇങ്ങനെ എടുത്തോണ്ട് വരാം. ഞാൻ അങ്ങോട്ട് വരാം. അല്ല വേണ്ട, എന്റെ ആവശ്യമില്ല. അവിടെ നിന്ന് ചെരുപ്പൊക്കെ മാറി അല്ല അത് വേണ്ട, ഇങ്ങോട്ട് വരാം. പഴം കിട്ടിയോ? അതല്ലേ പറഞ്ഞ 400 ഗ്രാം മേടിച്ചു. അമ്മ ഇത് എവിടെ പോണേ? മിനിറ്റിന് കാണാണ്ടാവും. ഉണക്കാൻ വെക്കാൻ പോണതാ. നിങ്ങൾ ഈ വിചാരിക്കും പോലെയല്ല എന്റെ കാര്യങ്ങൾ. അതിന്റെ ഇടയിൽ പേപ്പർ വായന. പേപ്പർ വായിക്കണം, പിന്നെ പേപ്പർ വായിച്ചു വീടറിയണ്ട്. പിന്നല്ല എന്നതാ ടൊമാറ്റോ തോരന് അധികം വേണ്ടെന്ന് പറഞ്ഞതാ. ഉള്ളത് മുഴുവൻ പറിച്ച് വെക്കണ്ടെന്ന് പറഞ്ഞതാ. കാരണം എന്താന്ന് വെച്ചാൽ തോരനുള്ളത് മാത്രം പറിച്ചാൽ മതി, കിടന്ന് പഴുക്കുമ്പോ നമുക്ക് ഉപയോഗത്തിന് എടുക്കാം. അത് ശരിയാ. അപ്പൊ പുറത്തേക്ക് പോയോ? അമ്മ എന്നുണ്ടോ പറിക്കാൻ? ഞാനൊന്ന് പത്രം നോക്കിക്കോട്ടെ. നമ്മുടെ AC, നാച്ചുറൽ AC. ഈ വെയിലത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങണം, അപ്പോഴാണ് അതിന്റെ ഗുണം അറിയാൻ പറ്റുള്ളൂ. ഓ നാച്ചുറൽ ACയിലേക്ക് കടന്നു. എന്താ ഒരു സുഖം. അപ്പൊ ഇപ്പൊ അവിടെ നിന്ന് കടന്നു വരും. എന്നാ കയ്യിലിരിക്കണേ? അതല്ല അപ്പുറത്തെ കയ്യില്. മധുരം ഉണ്ടോ?
അപ്പൊ നല്ല വെയിലത്താ നിക്കണേ. ഓരോന്നൊക്കെ പഴുത്തു വന്നുണ്ട് കേട്ടോ. ഇത് സൂഡോമോണാസ് തളിച്ചേക്കണാരനാണ് ഇങ്ങനെ വെള്ള നിറത്തിലിരിക്കണേ. ആ അതെ, അപ്പൊ ഓരോന്നായിട്ട് ഹാർവെസ്റ്റ് എടുക്കണ്ട്. പച്ച ആയതുകൊണ്ട് നമ്മൾ പഴുത്തട്ടല്ലേ സാധാരണ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ തോരൻ വെക്കാനായിട്ട് നമ്മൾ അധികം ഒന്നും വേണ്ട. ദേ ഒരുപാടുണ്ട്. ദേ ഇപ്പുറത്തൊക്കെ കണ്ടോ, ഒത്തിരി ഉണ്ടാവണുണ്ട്. ആ ആണോ? 3 ചെടിയുള്ളല്ലേ? കണ്ടോ, ആകെ 3 ചുവടേ ഉള്ളു, നിങ്ങക്ക് കാണാം. പഴുത്ത ടൊമാറ്റോ പിന്നെ കറികൾക്കെല്ലാം നമുക്ക് ഇടാം. കൊറേ ഉണ്ടല്ലോ. പഴുത്തത് ഒരെണ്ണേ ഉള്ളല്ലോ, അത് വല്ല കറിക്കൊക്കെ ഇടാം. ഇത്രയും ദിവസം നിന്നത് തന്നെ മഹാഭാഗ്യം. വല്ല കിളിയും കണ്ടാലേ. ടൊമാറ്റോ കിളി കൊത്തില്ല, ഏതായാലും അതിനറിയായിരിക്കും. കിളി കൊത്തില്ലാത്ത തന്നെ, കിളി കൊത്തി കഴിഞ്ഞല്ലേ അതിന് വേണ്ടാത്തതാന്ന് അറിയാൻ പറ്റുള്ളൂ. അത് കലക്കി. അയ്യ മുള്ളു. ആ മതി ഇത്ര മതി എന്ന് പറഞ്ഞു കേട്ടോ. പറയുന്നത് സ്യൂഡോമോണാസിന്റെ പൗഡറാണ്. ഈ സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ഒരു ഫ്രണ്ട്ലി വൈറസ് ആണ്. ആ വൈറസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ വൈറസ് ബാക്ടീരിയ അല്ലേ? അല്ല, ബാക്ടീരിയ, ഫ്രണ്ട്ലി ബാക്ടീരിയ ആണ്. അല്ല, വൈറസ് എന്നാ അവര് പറഞ്ഞത്. ഫ്രണ്ട്ലി വൈറസ്. അപ്പൊ ആ വൈറസ് അവര് ചോക്കിന്റെ പൊടിയിലാണ് കലർത്തി നമുക്ക് പൗഡറായിട്ട് തരുന്നത്. അത് കലക്കിയിട്ടാണ് തളിക്കുന്നതുകൊണ്ടാണ് ഈ ചോക്ക് പൊടിയായി ഇരിക്കുന്നത് മുഴുവനും. അത് വേറെ അതിനകത്ത് ഡാമേജുകളോ അല്ലെങ്കിൽ പോയിസണസ് കണ്ടന്റോ ഒന്നുമില്ല. ചിലര് ചോക്ക് പൊടിയിലുള്ള വെള്ളം കലക്കി വെച്ചിട്ട് അത് തെളിഞ്ഞു കഴിയുമ്പോഴാണ് തളിക്കുന്നത്. നമ്മൾ ചോക്ക് പൊടിയോടുകൂടി തന്നെ അങ്ങ് തെളിക്കും. കാരണം ഈ ഇലകൾക്ക് ഒരു സുരക്ഷ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോ ചുമ്മാ പൈപ്പിന്റെ അടി കാണിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് അങ്ങ് ഫ്രഷ് ആയിക്കും. ഇതാണ് ഇന്നത്തെ ഹാർവെസ്റ്റ്. ഇത് കണ്ടോ? അതൊന്ന് പറിച്ചു നോക്കണം. ഗ്രോ ബാഗിൽ ഇച്ചിരി വലുതായിട്ട് പോരെ, അതല്ലേ പാടാ. കഴുകണോന്ന് ചോദിച്ചു. അത് കഴുകിക്കോ, എന്തായാലും ഇന്ന് ഉപയോഗിക്കാൻ നേരത്ത് മതിയോ? അല്ലെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ചീഞ്ഞു പോവും. ടൊമാറ്റോയുടെ വിളവെടുപ്പ് നിങ്ങൾ കണ്ടല്ലോ. പച്ച ടൊമാറ്റോ അപ്പനും മോളും കൂടെ പറിച്ചതാ. അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി. ഇതേ 2-3 എടുത്തില്ല, എല്ലാം കൂടെ എടുത്ത് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താട്ട ഒരുവിധം ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഞാൻ ഈ സൂഡോമോണാസും കൂടെ തളിച്ചതുകൊണ്ടേ നന്നായിട്ട് കഴുകി നീറ്റാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഇത് അരിഞ്ഞെടുക്കുവാണ് ഒരു തോരൻ ഉണ്ടാക്കാൻ. നല്ല പുളിപ്പുണ്ടേ, ടൊമാറ്റോക്ക് നല്ല പുളിപ്പാ. പച്ചയല്ലേ? പച്ചയല്ലേ, അത് കാരണം ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഇത്തവണ. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. മണി 6:45. ചെയ്തില്ലെങ്കിൽ പിന്നെ നാളത്തേക്ക് വെച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാ. ഇതന്നെ ഫൗണ്ടനോ?
അപ്പൊ അങ്ങനെയൊക്കെ പലതും വരും പൊട്ടിക്കറി. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. അത് പൊട്ടിക്കഴിയുമ്പോ ചുവന്നുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി എടുത്തിട്ടില്ല കേട്ടോ, ഇടുക. ഈ പച്ച ടൊമാറ്റോ തോരൻ വെക്കാനാ. ഈ രാത്രി ആയതുകൊണ്ട് തേങ്ങയൊന്നും ഒതുക്കണില്ല കേട്ടോ, സിമ്പിൾ തോരന. അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇടുക, മഞ്ഞൾപ്പൊടിയും എരിവ് മുളക്, പച്ചമുളക് ചേർക്കാത്ത ഈ പച്ച കളർ തന്നെ മൊത്തമാകുമ്പോഴേ അതിൽ പിടിച്ചിട്ട് കറിയിൽ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എരിവ് പ്രശ്നമാണ്. അത് കാരണം കേട്ടോ പച്ചമുളക് ഇട്ട ഇച്ചിരിയോടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ തേങ്ങ ഒതുക്കി എടുക്കുവാണെങ്കിൽ പച്ചമുളക് ഇതിലേക്ക് പിളർന്നിട്ടേച്ച് അങ്ങ് ഒതുക്കുമ്പോൾ ക്രഷ് ചെയ്ത് പൊക്കോളൂ. ഇതിപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ടാണ് എരിവ് മുളക് പൊടി ചേർത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഓരോന്നിടാം. ഉള്ളി ഇതിട്ട് വേവിക്കാനുള്ളതുകൊണ്ട് ഉള്ളി അങ്ങനെ മൂക്കണമെന്നില്ല കേട്ടോ, ഉലർത്തുമല്ലോ. ടൊമാറ്റോ എല്ലാം വേവിക്കണ്ട. അപ്പം തേങ്ങ അതിൻ്റെ കൂടെ എരിവ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇല്ലേ. അല്ലെങ്കിൽ അതിലേക്ക് ഇതെല്ലാം തിരുമ്മി പിടിച്ചിട്ടിട്ടാലും പോലെ. എങ്ങനെ വേണമെങ്കിലും. പണ്ട് അമ്മ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പടവലങ്ങയൊക്കെ ഒരേ രീതിയിൽ, അതിപ്പോ ഇന്ന രീതിയിൽ വേണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യണ്ടേ. ഈ വെന്ത് വരണം. പച്ചയായതുകൊണ്ട് ഇച്ചിരി വേവുണ്ടാവും. പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി പോയി. ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഉപ്പ് ചേർക്കാട്ടോ. ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. ഉപ്പ് പുരട്ടി ടൊമാറ്റോയിൽ വെക്കേണ്ടതായിരുന്നു. അത് രാത്രി ആയപ്പോഴത്തേക്ക് ഇതൊക്കെ വിട്ടുപോയി ഓരോ കാര്യങ്ങൾ. പിന്നെ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എന്നിട്ട് ഒതുക്കി വെച്ച് മുടിപ്പൊത്തി വെച്ച് വേവിക്കാം. ആയിക്കൊണ്ടിരിക്കുന്നു. പുറത്തില്ലേ കിളികളുടെ സൗണ്ട്. ആണോ? ഇരുമ്പുളിയിലാണോ കൂട്ടുകൂടാൻ എത്തിയതാണോ തോന്നണം. ഇരുമ്പുളിയിലാണെന്ന് എനിക്ക് തോന്നണേ. ആ പ്ലാവേലുണ്ടല്ലോ അല്ലെങ്കിൽ അവിടെയുള്ള. അങ്ങനെ പച്ച ടൊമാറ്റോ കൊണ്ട് നമ്മുടെ വിളവെടുപ്പ. പച്ചത്തോരൻ. പച്ച ടൊമാറ്റോ കൊണ്ട് പച്ചത്തോരൻ. മഞ്ഞ കളറാ. മഞ്ഞപ്പൊടി ഇട്ടു, എരിവ് മുളക് പൊടി ഇട്ടേ. കാന്താരിമുളകോ പച്ചമുളകോ അല്ല ഇട്ടേക്കണം. അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ചെയ്തപ്പ. പിന്നെ ചോറിലേക്ക് എടുക്കാം. ഇങ്ങനെ വിളമ്പാം. ഇവിടെ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല കേട്ടോ. കുഴപ്പമില്ല, കഴിക്കാന്നേ ഉള്ളു. എനിക്ക് ഇതിനും ഇഷ്ടമില്ലേ ചെരക്കയും കുമ്പളങ്ങയൊക്കെ തോരൻ. ചെരക്ക എനിക്ക് അത്ര ഇഷ്ടമല്ല. നിനക്ക് ഇത് ചിലപ്പോ ഇഷ്ടപ്പെട്ടായിരിക്കും. മതിയോ? അടിപൊളി. അങ്ങനെ പച്ച ടൊമാറ്റോ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കണം എന്ന്. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ. പിന്നെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറി ആണല്ലോ, അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. തോരനൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാൻ നല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഉണക്കച്ചമ്മീൻ ഇട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. പുളിയൊക്കെ ഉള്ളതുകൊണ്ട് രസമാണ് കഴിക്കാൻ.